ഹേ ഗെയ്സ്, ഇന്നത്തെ എൻ്റെ യാത്ര തെന്മല ഡാമിലേക്കാണ്. ഇന്ന് ഞാൻ ഫാമിലിയായിട്ടാണ് ഈ യാത്ര പോകാൻ തീരുമാനിച്ചത്. എൻ്റെ യാത്ര ഇന്ന് ആരംഭിക്കുന്നത് ആര്യങ്കാവിൽ നിന്നാണ്. യാത്ര തുടങ്ങി കുറച്ചു നേരം പിന്നിടുമ്പോൾ കഴുതുരുട്ടി എന്ന് പറയുന്നൊരു സ്ഥലമെത്തി. അതാണ് ഈ സ്ഥലം. കഴുതുരുട്ടി ജംഗ്ഷനിൽ നിന്നും ഈ കാണുന്നതാണ് കഴുതുരുട്ടി ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്നും ഈ പോകുന്ന റൈറ്റിലേക്കുള്ള വഴിയിലൂടെ പോകുമ്പോഴാണ് അമ്പനാട്, മാമ്പഴത്തറ അങ്ങനെ പറയുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് 13 കണ്ണറ പാലം. നിരവധി സിനിമയിലും വീഡിയോസിലുമൊക്കെ നിങ്ങൾ കണ്ട ആ പാലമാണ് ഇത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു പാലം കൂടിയാണ് ഇത്. അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് ഈ പാലം. അങ്ങനെ ഞാൻ തെന്മല ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നും 2.5 കിലോമീറ്ററാണ് തെന്മല ഡാമിലേക്കുള്ള കറക്റ്റ് ദൂരം. ഈ റൂട്ടിലൂടെയുള്ള യാത്ര എപ്പോഴും നല്ലൊരു അനുഭവമായിരിക്കും. അത് വന്നവർക്ക് മാത്രമേ അതിൻ്റെ ഫീല് മനസ്സിലാക്കാൻ കഴിയൂ. ഈ റൂട്ടിലൂടെ കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും തെങ്കാശിയിൽ നിന്നും ബസ് സർവീസ് അവൈലബിൾ ആണ്. ഈ വളവിൽ എപ്പോഴും ആക്സിഡൻറ്റുകൾ പതിവാണ്. അതിനാൽ ഈ വളവിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഈ കാണുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതാണ് തെന്മലയിലുള്ള അഡ്വഞ്ചർ പാർക്ക്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പോയവർ ഒന്ന് കമൻ്റ് അടിക്കണേ. അതിനോട് തൊട്ടടുത്ത് തന്നെ അക്വേറിയമുണ്ട്. അക്വേറിയത്തിന് ഞാൻ പോയിട്ടുണ്ട്. അവിടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഇറക്കി ചെല്ലുന്നത് തെന്മല ഡാമിലേക്കാണ്. ഇവിടെ നിന്നും വലത്തേക്ക് പോയ പുനലൂരേക്കും നേരെ പോയി കഴിഞ്ഞാൽ കുളത്തൂപ്പുഴ ഭാഗത്തേക്കുമാണ് പോകുന്നത്. ഈ കാണുന്നതാണ് തെന്മല ഡാമിൻ്റെ മുൻവശം. ഈ ഡാമിന് ഒരു സവിശേഷത കൂടിയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമാണ് ഈ ഡാമും ഈ ഡാമിൻ്റെ പരിസരവും. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വിശാലമായ ഒരു പാർക്കിംഗ് കാണാം. പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ കാറിലാണ് വരുന്നതെന്നെങ്കിൽ കാറിൻ്റെ ഗ്ലാസ് ലോക്ക് ചെയ്യാൻ മറക്കരുത്. കുരങ്ങിൻ്റെ ശല്യം കൂടുതലാണ് ഈ ഏരിയയിൽ. ഞാൻ മുമ്പ് ഒരു മഴക്കാലത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഷട്ടറുകളെല്ലാം ഓപ്പൺ ആയിരുന്നു. അന്ന് കാണാൻ ഒരു ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പാർക്കിൻ്റെ അന്തരീക്ഷമാണ് ഫീൽ ചെയ്തത്. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് ഈ തെന്മല ഡാം. ഇതും ഒരു കൗതുക കാഴ്ചയായിരുന്നു. സ്കൂൾ ടൂറൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഈ ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ എക്വിപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഡാമിന് മുകളിലേക്ക് പോകാനായി കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ പയ്യെ നടന്നു മുകളിലേക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് സ്റ്റെപ്പിലാണ് കയറേണ്ടത്. അപ്പോൾ കുറച്ച് വിശ്രമിച്ചിട്ട് കയറാമെന്ന് കരുതി. ഈ കാണുന്നതാണ് ഡാമിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ. നേരത്തെ കാണിച്ച സ്റ്റെപ്പിന് മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇത്. ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 10 രൂപ എന്ന നിരക്കിലാണ്. ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാനായി ഒരു പ്രത്യേക വ്യൂ പോയിൻ്റ് ഇവിടെയുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. അത് കൊള്ളാമായിരുന്നു. വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കളംകുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ ഇന്ന് അവിടേക്കും കൂടി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഈ കാണുന്നതാണ് ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ. ഈ കാണുന്നത് ഡാമിൻ്റെ ഷട്ടറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻസുകളാണ്. ഇതാണ് ഡാമിൻ്റെ ടോപ്പിൽ നിന്നും കാണുന്ന വ്യൂ. എന്ത് രസമുണ്ടല്ലേ കാണാൻ. ഡാമിലെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ കുറേ ചെയറുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഒരു 3 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.